ഹലോ, ഇന്നത്തെ വീഡിയോ ബ്രൈഡിനെ കുറിച്ചോ മേക്കോറിനെ കുറിച്ചോ ഒന്നുമല്ല കേട്ടോ. ആസ് എ മേക്കപ്പ് ആർട്ടിസ്റ്റ് എനിക്കുണ്ടായ ഒരു ബാഡ് എക്സ്പീരിയൻസ് ആട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. കുറഞ്ഞ എമൗണ്ടിൽ മേക്ക് ഓവർ ചെയ്തുതരുമെന്ന് വെച്ചിട്ട് കുറച്ച് ദിവസം മുന്നേ ഒരു കുട്ടി എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു. ഓൾറെഡി വളരെ കുറഞ്ഞ എമൗണ്ടിന് മേക്ക് ഓവർ ചെയ്ത് കൊടുക്കുന്നതായതുകൊണ്ട് ഞാൻ അങ്ങനത്തെ മെസ്സേജിനൊന്നും പൊതുവേ റിപ്ലൈ കൊടുക്കാറില്ല കേട്ടോ. ബട്ട് ഇൻ ദിസ് കേസ് ഈ കുട്ടി ഭയങ്കര ഇമോഷണലായി വീട്ടിലെ കുറേ സിറ്റുവേഷൻസ് ഒക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ഓക്കെ പറഞ്ഞതാട്ടോ. അതും വളരെ ചീപ്പ് ബഡ്ജറ്റ്. അങ്ങനെ ഈ കുട്ടിയുടെ വെഡിങ് ഡേൻ്റെ അന്ന് നമ്മൾ മേക്ക് ഓവർ ചെയ്തു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി, വീട്ടുകാർക്ക് ഇഷ്ടമായി, എല്ലാവരും നല്ല പോസിറ്റീവ് ഫീഡ്ബാക്ക് ആയിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ നെക്സ്റ്റ് ഡേ കുട്ടി എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറയുക, നിങ്ങൾ എന്ത് മേക്ക് ഓവറാണ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്, ഞാൻ ആകെ തുടച്ചു, ഭയങ്കര ഓവറായിരുന്നു, ഞാൻ അങ്ങനെയല്ലല്ലോ നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാൽ ആ വോയിസ് കേട്ടപ്പോൾ ഞാൻ ആകെ ഷോക്കായി പോയിട്ടോ. ആളുടെ നെഗറ്റീവ് ഫീഡ്ബാക്കിലല്ല കേട്ടോ ഞാൻ ഷോക്കായത്, അപ്പോൾ പറയാതെ പിന്നെ വന്നിട്ട് നെഗറ്റീവ് പറഞ്ഞപ്പോഴാണ് കേട്ടോ എനിക്ക് ബുദ്ധിമുട്ടായത്. ആദ്യമേ അവളെ മേക്ക് ഓവറിൽ സാറ്റിസ്ഫൈഡ് അല്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മളത് റിമൂവ് ചെയ്ത് വേറെ ചെയ്ത് കൊടുക്കുമായിരുന്നു. അന്നേരം ഭയങ്കര പോസിറ്റീവ് പറഞ്ഞ് പിന്നെ നെഗറ്റീവ് പറഞ്ഞതുകൊണ്ട് കേട്ടോ നമുക്ക് സങ്കടമായത്. എന്തായാലും അതിൽ നിന്ന് ഞാൻ വലിയൊരു പാഠം പഠിച്ചു. ഏതൊരു പ്രൊഫഷൻ ആണെങ്കിലും നമ്മുടെ ബഡ്ജറ്റ് നോക്കാതെ അവരെ ബഡ്ജറ്റ് നോക്കിയിട്ട് നമ്മൾ ദയ തോന്നിയിട്ട് ചെയ്യുമ്പോൾ പോകുന്നത് നമ്മളെ വില. ഇങ്ങനത്തെ റിസ്ക് എലമെന്റ്സ് ഒക്കെ ഏറ്റെടുക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക.